ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപനം നടന്ന ദിവസം എന്നുള്ള നിലയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുക എന്നുള്ള നിർദ്ദേശം ഇന്ന് പരിപൂർണമായും ലംഘിക്കപ്പെട്ടു. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക് ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, വരികൾ അതിലുണ്ടെന്നാണ്. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണം ഏതൊക്കെ വരികളാണ് അന്യമതങ്ങളെ വ്രണപ്പെടുത്തുന്നതും മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള വരികൾ ഈ വന്ദേ മാതരത്തിലുള്ളത്. 1896 വന്ദേ മാതരം കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ, AICC സമ്മേളനത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ രൂപത്തിൽ ആലപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കപ്പെട്ടത്. അതിനുശേഷം എന്നു മുതലാണ് കോൺഗ്രസിന് വന്ദേ മാതരം മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് തോന്നിത്തുടങ്ങിയത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്?